മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ തോരനാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് പയറുണ്ടായിരുന്നു, 1-2 ക്യാരറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്തിട്ട് സിമ്പിളായിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിൾ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അച്ചിങ്ങ അല്ലെങ്കിൽ പയർ എടുത്തിട്ടുണ്ട്, ഒരു 150 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്, 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ആവിയിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിക്കാം. ഒരുപാട് വെന്ത് പോകണ്ട എന്നുണ്ടെങ്കിൽ, വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവണ്ട എന്നുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് കുക്കാവുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് വേവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് വേവിക്കാൻ വയ്ക്കാം, അതിനുശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആദ്യം വേവിക്കുന്നത് ക്യാരറ്റാണ്. ഓരോ വെജിറ്റബിൾസിനും ഓരോ കുക്കിംഗ് ടൈമാണ്, അതനുസരിച്ച് ഞാൻ ഓരോ വെജിറ്റബിൾസ് ആയിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചല്ല വയ്ക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, കറക്റ്റായിട്ട് കുക്കായി കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി വേവിക്കാനായിട്ട് ഞാൻ ആകെ വെച്ചിരിക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. 240 ml കപ്പിന് 1 കപ്പ് വെള്ളം. നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റാണ് ചേർക്കുന്നത് വെള്ളത്തിലേക്ക്. ക്യാരറ്റിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇത് രണ്ടും ചേർത്തിട്ട് ക്യാരറ്റ് ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴേ അടുത്ത വെജിറ്റബിൾ ചേർക്കുള്ളൂ. ക്യാരറ്റ് ഒന്ന് കുക്കായി വരട്ടെ. ക്യാരറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ നമ്മുടെ 3 പച്ചമുളക്, അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ 3 എണ്ണം ചേർക്കുക, ചെറിയ ഉള്ളിയാണെങ്കിൽ 4-5 എണ്ണം ചേർത്തോളൂ. ഉള്ളിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 2 ഉള്ളി ചേർത്താലും മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 പിഞ്ച് ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ് 1 പിഞ്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ വളരെ കുറവായിട്ട് വരും, അതുകൊണ്ടാണ് നമ്മൾ 1 പിഞ്ച് മതി എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സിയിൽ കറക്കിയെടുക്കുക. ഞാനിപ്പോൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരഞ്ഞു വന്നാൽ മതി. നമ്മുടെ തോരൻ്റെ ഭാഗത്തിലൊന്ന് കറക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ ക്യാരറ്റ് ഒന്ന് പകുതി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മത്തങ്ങയും പയറും ചേർത്ത് കൊടുക്കാം. മത്തങ്ങയ്ക്കും പയറിനും ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ 3 വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കണം. അപ്പോൾ ഇതുണ്ടോ, ക്യാരറ്റ് ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ. ക്യാരറ്റ് കറക്റ്റായിട്ട് ഹാഫ് കുക്കായി വന്നിട്ടുമുണ്ട്. ക്യാരറ്റ് ഒന്നും മുറിഞ്ഞു തുടങ്ങുന്ന പാകത്തിലായിട്ടുള്ളൂ. മത്തങ്ങയൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ കുക്കായി വന്നോളും. കുറച്ച് വെള്ളം ബാക്കി വെക്കണം കേട്ടോ. മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അരപ്പൊന്ന് കുക്കായി വരാനുള്ള ആ ഒരു ചെറിയ അളവിൽ വെള്ളം ബാക്കി വെക്കണം. ഇതെല്ലാം ഇനിയൊന്ന് കുക്കായി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തോളൂ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. നമുക്കിനി നടുഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് കുക്കായി വരാനാണ് ഞാൻ കുറച്ച് വെള്ളം ബാക്കി വയ്ക്കാൻ പറഞ്ഞത്. നമുക്ക് ഈ വെജിറ്റബിൾസ് ഉപയോഗിച്ച് തന്നെ അരപ്പ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഒരുപാടൊന്നും കവർ ആവില്ല, എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലല്ലോ, കുറച്ച് വെജിറ്റബിൾസ് അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അരപ്പിലേക്ക് ഒന്ന് ആവി കയറുന്നത് വരെ ഒരു 1-1.5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട്, മിനിമം 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഞാനിപ്പോൾ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ. ഒരുപാട് സമയം അടച്ചു വെച്ചിട്ട് വേറെ ജോലികൾക്കൊന്നും പോകരുത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക, അടുത്ത് തന്നെ നിന്നിട്ട് ശ്രദ്ധിച്ച് നിൽക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വറവിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ വറവിട്ടെടുക്കാം ഈ ഒരു തോരൻ. ഞാൻ ഇനിയിപ്പോൾ വറവിട്ടെടുക്കുന്നില്ല. എളുപ്പ വഴിയിൽ നമ്മുടെ
വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. രണ്ട് രീതിയിൽ നമ്മൾ തോരനെടുക്കാറുണ്ട്. വറവിട്ടെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു വറവിൻ്റെ ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വറവിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് കടുക് പൊട്ടിക്കുക വെളിച്ചെണ്ണയിൽ, അതിനുശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് സാധാരണ വറവിടുന്ന പോലെ തന്നെ വറവിട്ടെടുക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തോരൻ്റെ പരിപാടി കഴിയും, വേറെ പാത്രം കഴുകണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ ആവശ്യത്തിനുണ്ടാവും, നമ്മൾ 3 പച്ചമുളക് അരച്ചതല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ? എളുപ്പത്തിൽ ജോലി കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചായിട്ട് വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തോളൂ. ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും മിക്സ് ചെയ്ത് ഇതുപോലെ തോരൻ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ തോരൻ മുഴുവൻ കഴിച്ചു തീർക്കും. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് തോരനൊക്കെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചോളൂ. ഈ ഒരു തോരനൊക്കെ ഇളം ചൂടോടുകൂടി ചേർത്ത് കഴിക്കുക കേട്ടോ. ഇളം ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ തോരനൊക്കെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂടോടുകൂടെ ചേർത്ത് കഴിക്കുന്നതാണ്. നല്ല ചൂടിലല്ല, ഇളം ചൂടിൽ ചേർത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാണേ. ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തതോടുകൂടി നമ്മുടെ തോരൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.